ഹായ്, വെൽക്കം ടു ജംബു ഹോസ്റ്റ്. നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത് എന്താണ് CCNA കോഴ്സ്, നമ്മളിത് എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ് മുതൽ നമ്മൾ നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ CCNA നമ്മൾ പഠിക്കുമ്പോൾ നെറ്റ്വർക്കിൻ്റെ ഏറ്റവും താഴ്ന്ന ലെവലിൽ നിന്ന് ആണ് നമ്മൾ പഠിച്ചു വരിക. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന പല ആൾക്കാർക്കും നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന മേഖലയായിട്ട് ഒരു ബന്ധമുള്ള ഇല്ലാത്തവരായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുവരെ നിങ്ങൾ നെറ്റ്വർക്കിംഗ് എന്താണെന്ന് കേട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ഞാൻ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആയിട്ടാണ് അല്ലെങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സാണ് പഠിക്കേണ്ടത് എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ അവർ ബേസിക്കായിട്ട് +2 കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി നോളജ് ഉള്ളവരായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു എഡ്യൂക്കേഷൻ ലെവലുള്ളവരായിരിക്കാം, അല്ലേ? IT ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ അവർക്ക് കൂടി മനസ്സിലാവണം എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോണത്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യമാണ്. ബേസ് നമുക്ക് നന്നായിട്ട് അറിഞ്ഞാലേ ഉള്ളൂ നിങ്ങൾക്ക് മറ്റ് ക്ലാസ്സുകൾ, ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. ഇപ്പം നിങ്ങൾക്കത് അറിയാവുന്നതല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ സ്കിപ്പ് അടിച്ച് വിടരുത്. കാരണം ഞാൻ ചിലപ്പോൾ പറയുന്ന പല പോയിൻറ്റുകളും പിന്നീട് ഞാൻ ക്ലാസ്സിൽ മറ്റു ക്ലാസ്സുകളിൽ അത് റെഫറൻസ് ആയിട്ട് വെക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് അടിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു പോയിൻ്റ് കിട്ടില്ല. ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ വീഡിയോ പൂർണ്ണമായിട്ടും, നെറ്റ്വർക്കിനെ കുറിച്ച് ബേസിക് അറിയാവുന്നവരാണെങ്കിൽ പോലും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യം എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളത് നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രണ്ടോ രണ്ടിലധികമോ കമ്പ്യൂട്ടറുകളും ഡിവൈസുകളൊക്കെ പരസ്പരം കണക്റ്റ് ചെയ്യുന്നതിനെയാണ് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും കുറഞ്ഞത്, ഇപ്പോൾ എൻ്റെ ഒരു ഓഫീസ്, ഞാനൊരു ഓഫീസ് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരു സ്ഥാപനം ആയിക്കോട്ടെ, ഒരു ഓഫീസ് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. അതിലൊരു 5 കമ്പ്യൂട്ടറുകൾ ഉണ്ടെങ്കിൽ ഞാൻ ഈ 5 കമ്പ്യൂട്ടറുകളെ തമ്മിൽ പരസ്പരം കണക്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കതിനെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. ഏറ്റവും കുറഞ്ഞത് 2 കമ്പ്യൂട്ടറാണ്. കമ്പ്യൂട്ടറിനെ പരസ്പരം നമ്മൾ കണക്റ്റ് ചെയ്യുന്നതിനെയാണ് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാനായിട്ട് പറ്റും. എന്തിനാണ് നമ്മളിങ്ങനെ കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് ഒരു കമ്പ്യൂട്ടറുകളിൽ നിന്ന് ഫയലുകളും അല്ലെങ്കിൽ മറ്റ് ഡാറ്റകളൊക്കെ ഈസി ആയിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഓഫീസിൽ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ അത്യാവശ്യം വലിയൊരു 5 GB വരുന്നൊരു ഫയലുണ്ട് എന്ന് വിചാരിക്കുക. ഈ 5 GB വരുന്നൊരു ഫയല് വേറൊരു കമ്പ്യൂട്ടറിന് ആവശ്യമുണ്ട്. ആ റൂമിലെ തന്നെ മറ്റൊരു കമ്പ്യൂട്ടറിന് ആവശ്യമുണ്ടെങ്കിൽ അതിലോട്ട് ആ ഫയൽ എത്തിക്കുക. നിങ്ങൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്കൊന്നും ഇല്ല എന്ന് കരുതുക. എന്താണ് നമുക്കൊരു വഴി? നമുക്കൊരു വഴിയുള്ളത് ഒരു പെൻഡ്രൈവ് ഉപയോഗിച്ചിട്ട് കോപ്പി ചെയ്തതിന് ശേഷം അത് ആ ആവശ്യമുള്ള കമ്പ്യൂട്ടർ ഏതാണോ അതിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് ടൈം എടുക്കും. കാരണം കോപ്പി ആവാൻ എടുക്കുന്നൊരു ടൈം, ഇനി അത് അവിടെ കൊണ്ടുപോയിട്ട് അത് പേസ്റ്റ് ചെയ്യാൻ എടുക്കുന്നൊരു ടൈം, പിന്നെ അതിന് വേണ്ടി നമുക്കൊരു ഡിവൈസ് ആവശ്യമായിട്ടുണ്ടാവും, ഒരു പെൻഡ്രൈവ്. അത് എത്ര GB സൈസുള്ള ഫയലാണോ അതിനേക്കാൾ വലിയൊരു പെൻഡ്രൈവ് നമുക്ക് ആവശ്യമായിട്ട് വരും. അതിനൊരുപാട് ടൈം നമുക്ക് ആവശ്യം വരും, അല്ലേ? പക്ഷേ ഇതിനെ പരസ്പരം കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് ഷെയർ ചെയ്താൽ, ആ ഒരു ഫയലിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ അത് ഏത് സിസ്റ്റത്തിനാണോ അവിടെ ഇരുന്ന് അത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഡിവൈസിൻ്റെ ആവശ്യമില്ല, ഈ കോപ്പി ചെയ്യേണ്ടതും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ഫയലിനെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നാമത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഫയലുകളും മറ്റു ഡാറ്റകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി വേറൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റ് എന്ന് പറയുന്നത് പ്രിൻ്ററുകളും സ്കാനറുകളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും. ഈ പ്രിൻ്ററും സ്കാനറും എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഓഫീസിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഓഫീസ് തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. കുറച്ച് സിസ്റ്റങ്ങൾ ഇരിക്കുന്നുണ്ട്, എല്ലാവർക്കും പ്രിൻ്ററിൻ്റെ ആവശ്യമുണ്ട്. ഒരു 10 PC ഉണ്ടെങ്കിൽ 10 പേരും പ്രിൻ്റർ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റുക? ഒരാൾ പ്രിൻ്റ് എടുത്തതിന് ശേഷം ആ പ്രിൻ്റർ കൊണ്ടുവന്ന് അടുത്ത ഡിവൈസിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും, അല്ലേ? അതിന് പകരമായിട്ട് ആ പ്രിൻ്റർ നമ്മൾ നെറ്റ്വർക്കിലോട്ട് ഷെയർ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക.
അല്ലെങ്കിൽ ആ നെറ്റ്വർക്കുമായിട്ട് ആ പ്രിൻ്ററിനെ നമ്മൾ കണക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു പി സി ആയിട്ട് ആ പ്രിൻ്ററിനെ കണക്ട് ചെയ്തിട്ട് ആ പ്രിൻ്ററിനെ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റെല്ലാ സിസ്റ്റങ്ങൾക്കും ഈ ഷെയർ ചെയ്ത പ്രിൻ്റർ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഏത് പി സിയിലിരുന്ന് പ്രിൻ്റ് കൊടുത്താലും നമുക്ക് ഈ ഒരു പ്രിൻ്ററിലൂടെയും സ്കാനറിലൂടെ സ്കാൻ ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം. അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഷെയർ ഇൻ്റർനെറ്റ് കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓഫീസിലോട്ട് ഇൻ്റർനെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റങ്ങളെല്ലാം നമ്മൾ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഇത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്താൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓരോന്നിനും ഓരോ ഇൻ്റർനെറ്റ് കണക്ഷനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തതിന് ശേഷം അത് ആ ഒരു ഓഫീസിലെ എല്ലാ പി സികൾക്കും ഒരേപോലെ ഷെയർ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ സെൻഡ് മെയിൽസ് ആൻഡ് മെസ്സേജ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് ഓൾറെഡി ഒരു മെയിലുണ്ട്, അപ്പോൾ ഇൻ്റർനെറ്റ് വഴിയാണല്ലോ ഈ മെയിൽ പോവുക. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു നെറ്റ്വർക്ക് ആണല്ലോ അല്ലേ. ഇപ്പോൾ ഉദാഹരണമല്ല, അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എൻ്റെ സിസ്റ്റത്തെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തു, നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിരിക്കുന്നത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന നെറ്റ്വർക്കിൻ്റെ അണ്ടറിലാണ്, നമ്മളൊരേ നെറ്റ്വർക്കാണ്. അപ്പോൾ നമുക്ക് മെയിലും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കാനായിട്ട് പറ്റും. വീഡിയോ കോൾസ്, ഓൺലൈൻ മീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് സെൻട്രലൈസ്ഡ് ഡാറ്റ സ്റ്റോറേജ് ആണ്. നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഒരു ഡിവൈസ് വെച്ചിട്ട് ഈ നമ്മുടെ കമ്പ്യൂട്ടറുകളുടെ എല്ലാ ഡാറ്റകളെല്ലാം നമുക്ക് ആ ഒരു ഡിവൈസിലോട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു ഓഫീസാണെങ്കിൽ ഒരു 10 പി സി ഉണ്ടെങ്കിൽ 10 പി സികളിൽ വരുന്ന എല്ലാ ഡാറ്റകളും സ്റ്റോറേജിനായിട്ട് വെച്ചിട്ടുള്ളൊരു ഡിവൈസിലോട്ട് നമുക്ക് ഈസി ആയിട്ട് കോപ്പി ചെയ്യാം. അവിടുന്ന് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇനി അടുത്തത് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് സ്ലൈഡുകൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച സ്ലൈഡുകളാണ്. പക്ഷേ വരും ക്ലാസ്സുകളിൽ നമ്മൾ മുഴുവൻ സ്ലൈഡ് വഴിയല്ല പഠിപ്പിക്കുക. ജെമിനിയും ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഓരോ ടോപ്പിക്കുകളായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഇനി ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നറിയണം അല്ലേ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്ന്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണമായിട്ട് ഒരു ഹോസ്പിറ്റൽ എടുക്കാം. ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് കമ്പ്യൂട്ടറുകളുണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് റിസപ്ഷനിൽ ഒരു 4 കമ്പ്യൂട്ടറുകൾ ഇരിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ റൂമുകളിൽ ഓരോരോ കമ്പ്യൂട്ടറുകൾ ഇരിക്കുന്നുണ്ട്. ഓരോ ഡോക്ടർമാർക്കും ഓരോരോ കമ്പ്യൂട്ടറുകളുണ്ട്. നേഴ്സിങ്ങിൻ്റെ റൂമിൽ അവിടെ ഓരോ കമ്പ്യൂട്ടറുകളുണ്ട്, നേഴ്സസിൻ്റെ റൂമിൽ. അതുപോലെ ഫാർമസിയിൽ കമ്പ്യൂട്ടറുണ്ട്, അക്കൗണ്ടിങ് ബില്ലിങ്ങിൻ്റെ അവിടെ കമ്പ്യൂട്ടറുകളുണ്ട്. അപ്പോൾ ഇതൊരു ഹോസ്പിറ്റലിൽ ഏകദേശം ഒരു 300 കമ്പ്യൂട്ടറുകളുള്ള വലിയൊരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ സിമ്പിളായിട്ടൊരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയി, എനിക്കൊരു അപ്പോയിൻമെൻ്റ്, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ റിസപ്ഷനിൽ പോയപ്പോൾ എനിക്ക് അവിടെ ഒരു ഫോം തന്നു. അപ്പോൾ ആ ഫോമിൽ നോക്കിയപ്പോൾ എൻ്റെ പേരും എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറഞ്ഞു. എൻ്റെ അസുഖം എന്താണോ അത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയതിന് ശേഷം ആ റിസപ്ഷനിലിരിക്കുന്ന ആൾക്ക് ഞാൻ ഈ ഒരു പേപ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുള്ള ആ പേപ്പർ നോക്കിയിട്ട് അവരിയ്ക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഞാൻ ഈ തന്നിരിക്കുന്ന ഫോമിലെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം എനിക്കൊരു കാർഡ് തന്നു. ഹോസ്പിറ്റലിൽ ഒരു കാർഡ് തന്നിട്ട് പറഞ്ഞു, ഇന്ന ഡോക്ടറെ ഇന്ന ഫ്ലോറിൽ ആ ഡോക്ടറെ പോയി കണ്ടോളൂ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ പോയി, ഞാൻ ഈ കാർഡ് ഡോക്ടറെ അടുത്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കാർഡിലുള്ളൊരു നമ്പർ ഡോക്ടറുടെ PC അടിച്ചപ്പോൾ ഞാൻ ആ റിസപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഡാറ്റകൾ മൊത്തം, എൻ്റെ ഇൻഫർമേഷൻസ് മൊത്തം ഡോക്ടറുടെ PC വന്നു. അപ്പോൾ എനിക്ക് മുമ്പുണ്ട് അസുഖം ഉണ്ടായിരുന്നു, എന്തൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഡോക്ടർക്ക് വന്നു. ഡോക്ടർക്ക് കൂടുതലായിട്ട് എൻ്റെ രോഗകാര്യങ്ങളല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം ഞാൻ റിസപ്ഷനിൽ ഫില്ല് ചെയ്ത അതേ ഫോമിൽ അത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഡോക്ടർ എന്നെ പരിശോധിച്ചു, എനിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഡോക്ടർ തന്നു. ആ ഡോക്ടർ അയാളുടെ PC എനിക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ PC അടിച്ചു വെച്ചു. ഞാൻ നേരെ ഫാർമസിയിൽ മരുന്ന് വാങ്ങാനായിട്ട് പോയി. പോയിട്ട് ഞാൻ ഈ കാർഡ് ഫാർമസി കൊടുത്തപ്പോൾ ഈ കാർഡിൽ അടിച്ചു നോക്കിയപ്പോൾ ഡോക്ടർ അവിടുന്ന് എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻ മൊത്തം ആ ഒരു ഫാർമസിയിലിരിക്കുന്ന PC കിട്ടി. എനിക്ക് അവിടുന്ന് ബില്ല് തന്നു. ഇതടച്ചിട്ട് മരുന്ന് വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ബില്ല് തന്നു. ഞാൻ നേരെ ആ കാർഡും കൊണ്ട് നേരെ പോയി ബില്ല് പേ ചെയ്യുന്നിടത്ത് അവിടെ അവരടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ബില്ല് എമൗണ്ട് അവർ പറഞ്ഞു തന്നു. ഞാൻ തിരിച്ച് ആ ബില്ല് പേ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അവരിവിടെ എനിക്ക് മരുന്ന് തന്നു. അപ്പോൾ ഞാനവിടെ ബില്ല് പേ ചെയ്തു എന്ന് ആർക്ക് ഇവിടെ നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതെങ്ങനെ നടന്നിട്ടുണ്ടാവുക? ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ടാണ് അല്ലേ. ഇനി ഞാൻ വീണ്ടും ഒരാഴ്ച കഴിഞ്ഞു അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും ആ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർക്ക് എൻ്റെ ആ കാർഡ് നമ്പർ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് ഉണ്ടാവുക? അത് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ.
അപ്പോൾ ഇതെന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പോസിബിൾ ആയിട്ടുണ്ടാവുക? അവിടെ ഇരിക്കുന്ന എല്ലാ സിസ്റ്റങ്ങളും പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന എല്ലാ പീസുകളെയും പരസ്പരം കണക്ട് ചെയ്തിട്ട് ആണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, അപ്പോൾ ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ബാങ്കിൽ പോയി, ഞാനൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ബാങ്കിൽ പോയി എന്ന് വിചാരിക്കാം. ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം അതേപോലെ എനിക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്കൊരു ഫോം തന്നിട്ടുണ്ടാവും. ഞാൻ ആ ഫോം മാനുവലായിട്ട് ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുത്തു. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ അയാളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ച് കാര്യങ്ങളൊക്കെ തന്ന് എനിക്കൊരു പാസ്ബുക്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് പറഞ്ഞു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ATM ഒക്കെ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ ബ്രാഞ്ചിലാണ് ഞാൻ അക്കൗണ്ട് എടുത്തിരിക്കുന്നത്. ഞാൻ പിന്നെ ജോലി ആവശ്യങ്ങൾക്കോ മറ്റു ആവശ്യങ്ങൾക്കോ വേറൊരു സ്ഥലത്ത് പോയി. അപ്പോൾ എനിക്ക് പൈസ ഇടണം, അല്ലെങ്കിൽ എനിക്ക് ബാങ്കുമായിട്ട് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ നാട് ഇവിടെ, എനിക്ക് നാട്ടിലോട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണെന്ന് വിചാരിക്കാം. ഞാൻ എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ എൻ്റെ ബാങ്കിൻ്റെ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ഈ പാസ്ബുക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും അല്ലേ? അതെങ്ങനെ പോസിബിളായിട്ടുണ്ടാവുക? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, നമ്മുടെ നാട്ടിലൊരു ബാങ്ക് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഫെഡറൽ ബാങ്ക് എടുത്തു കഴിഞ്ഞാൽ, ഈ ഫെഡറൽ ബാങ്ക് നമ്മുടെ നാട്ടിലൊക്കെ എവിടെയൊക്കെ ഫെഡറൽ ബാങ്ക് ഉണ്ടോ അവരെല്ലാം പരസ്പരം കണക്റ്റഡ് ആയിരിക്കും അല്ലേ? അതുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവുക, അവർക്കൊക്കെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടാവുക. എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഏത് ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് എന്ത് കിട്ടും? എൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ശരിക്കും ഞാൻ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ആ ഒരു സിസ്റ്റത്തിൽ ആ ഒരു എംപ്ലോയി അടിച്ച കാര്യങ്ങൾ അയാളുടെ സിസ്റ്റത്തിലല്ല സേവ് ആയിട്ടുള്ളത്, അത് വേറൊരു സ്ഥലത്താണ്. അതിനെയാണ് നമ്മൾ സർവർ എന്ന് സിമ്പിളായിട്ട് വിളിക്കുക. ഇപ്പോൾ ഒരു ബാങ്കിലിരിക്കുന്ന എല്ലാ പീസുകളും ഒരു സർവറുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടാവും. സർവർ ചിലപ്പോൾ ആ ബ്രാഞ്ചിൽ പോലും ആയിരിക്കില്ല. ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എടുത്ത് ഫെഡറൽ ബാങ്കിൻ്റെ സർവർ എൻ്റെ നാട്ടിലൊന്നും അല്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഫെഡറൽ ബാങ്കിൻ്റെ സർവർ എറണാകുളത്താണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബാക്കിയുള്ള ബ്രാഞ്ചുകൾ മൊത്തം, ഫെഡറൽ ബാങ്കിൻ്റെ ബാക്കിയുള്ള ബ്രാഞ്ചുകൾ മൊത്തം ഈ എറണാകുളത്തിരിക്കുന്ന സർവറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ സർവറിലായിരിക്കും സേവ് ആകുന്നുണ്ടാവുക. ഇനിയിപ്പോൾ ഒരു സ്കൂൾ എടുത്തു, സ്കൂളിലുള്ള എല്ലാ പീസുകളും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ പല സ്ഥലങ്ങളിലും പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊരു ഷോപ്പിംഗ് ഇതിൽ പോയി, ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി. ഹൈപ്പർ മാർക്കറ്റിൽ ബില്ലിംഗ് കൗണ്ടർ, ഒരു 15 ബില്ലിംഗ് കൗണ്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. 15 ബില്ലിംഗ് കൗണ്ടറിലും ഓരോ പീസുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് സാധനങ്ങൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ബില്ലിംഗ് കൗണ്ടറിൽ പോകുന്നു, നിങ്ങൾ ബില്ലടയ്ക്കുന്നു അല്ലേ? അപ്പോൾ ഈ 15 ബില്ലിംഗ് കൗണ്ടറിൽ 15 പീസുകളും ഇല്ലേ, ആ 15 പീസുകളും പരസ്പരം കണക്റ്റഡ് ആയിരിക്കും. ഇതിനെല്ലാം ഒരു സർവർ എന്ന് പറയുന്നൊരു കമ്പ്യൂട്ടർ ഉണ്ടാവും. നിങ്ങൾ ബില്ലടിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സർവറിലിരിക്കുന്ന സോഫ്റ്റ്വെയറിൽ സേവ് ആണ്. അപ്പോൾ ഒരു ദിവസം എത്ര സെയിൽ നടന്നു, ഏതൊക്കെ ബില്ലിംഗ് കൗണ്ടറിൽ എത്രയൊക്കെ എമൗണ്ടിനാണ് അടിച്ചിരിക്കുന്നത് എല്ലാം കാണാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ്? ഇത് പരസ്പരം കണക്റ്റഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയർ അല്ലെങ്കിൽ നമ്മൾ ഈ കോഴ്സിൽ പഠിക്കുന്നത് ഇതിനെങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡാറ്റകൾ സ്റ്റോർ ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ സെക്യൂരിറ്റികൾ നമ്മൾ കൊടുക്കണം, അത്തരം കാര്യങ്ങളാണ് ഈ CCNA എന്ന് പറയുന്ന കോഴ്സിൽ പഠിക്കുന്നുണ്ടാവുക. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, ഈ കാര്യങ്ങളുടെയൊക്കെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിന് ആവശ്യമുണ്ടാവും എല്ലാ സ്ഥാപനങ്ങളിലും. ഇങ്ങനെ എവിടെയൊക്കെ നിങ്ങൾ സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യുന്നോ ആ സിസ്റ്റങ്ങളെ കണക്ട് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിനെ നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ CCNA എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ എത്ര ടൈപ്പ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ട്? ഇത് വളരെ സിമ്പിളാണ് ഈ ഒരു കാര്യം. ഇത് നെറ്റ്വർക്കിൻ്റെ വലിപ്പം അനുസരിച്ച് ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ തിരിച്ചിട്ടുണ്ട് എന്നുള്ളൂ. ഒന്നാമതായിട്ട് അതിൻ്റെ ലാന്, പിന്നുള്ളത് രണ്ടാമത് മാന്, മൂന്നാമത് വാന്, നാലാമത് പാന്. ഇതിൻ്റെ സൈസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്, ഹോമും ഓഫീസും എഴുതിയിട്ടുണ്ട്. ഹോം ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഒരു ഹോം അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, ഇപ്പോൾ ഹോം എന്നുള്ളത് മാറ്റി നമുക്ക് ബിൽഡിംഗ് എന്ന് എഴുതാം. ഒരു നിശ്ചിത ഏരിയയ്ക്കുള്ളിൽ ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു ഓഫീസിനകത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വരുന്ന PCകളെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ലാൻ എന്നാണ് വിളിക്കുക. എൻ്റെ ഒരു ഓഫീസ് മുറിയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഓഫീസ് ഉള്ളതാണ്. ഓഫീസിൽ 40 കമ്പ്യൂട്ടറുകളും വരുന്നുണ്ട്. ഈ 40 കമ്പ്യൂട്ടറുകളെ ഞാൻ പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്.
ആ 40 സിസ്റ്റങ്ങൾ തമ്മിലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുള്ളൂ. അത് ഔട്ട്സൈഡിലിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറുമായിട്ട് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അത്തരം നെറ്റ്വർക്കിനെ നമുക്ക് ലാൻ എന്ന് വിളിക്കാം. രണ്ടാമത്തത് മാൻ. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിക്കുള്ളിൽ വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു എറണാകുളം ടൗൺ എടുത്താൽ എറണാകുളത്തെ ഏറ്റവും ഈ അറ്റത്ത് നമുക്ക് ആലുവ എന്ന് പറയാം. ഇനി അപ്പുറത്തെ ഏറ്റവും തല MG റോഡ് എന്ന് പറയാം. അപ്പോൾ എനിക്ക് 2 ബ്രാഞ്ചുകളുണ്ട്, ഒന്ന് ആലുവയിലും ഒന്ന് MG റോഡും. അതിൻ്റെ ഇടയിൽ എടപ്പള്ളി ഉണ്ട്, എടപ്പള്ളി എനിക്കൊരു ബ്രാഞ്ച് ഉണ്ട്. ഈ 3 ബ്രാഞ്ചുകളിലെ പീസുകൾ തമ്മിൽ ഞാൻ പരസ്പരം കണക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സിറ്റിക്കകത്താണ് ഈ നെറ്റ്വർക്ക് വരുന്നത്. അത്തരം നെറ്റ്വർക്കിനെ നമുക്ക് മാൻ എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് കേബിൾ TV നെറ്റ്വർക്കാണ് മാനിന് എക്സാമ്പിളായിട്ട് പറയുക. അപ്പോൾ കേബിൾ TV നെറ്റ്വർക്കിൽ ഇപ്പോൾ എൻ്റെ നാട്ടിലുള്ള കേബിൾ TV നെറ്റ്വർക്കിൽ പ്രാദേശിക ചാനലുണ്ടാവും. ആ ചാനൽ ആ ഒരു ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അവരുടെ ആ നെറ്റ്വർക്കിൻ്റെ അകത്ത് മാത്രമേ കിട്ടുള്ളൂ, അല്ലേ? അത്തരം നെറ്റ്വർക്കിനെ നമുക്ക് മാൻ എന്ന് വിളിക്കാം. മൂന്നാമത്തെ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ദൂരെ ഇരിക്കുന്ന സിസ്റ്റങ്ങളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ വൈഡ് ഏരിയ എന്ന് വിളിക്കാം. ഉദാഹരണമായിട്ട് ഇൻ്റർനെറ്റാണ്. ഇപ്പം ഞാനിവിടെ ഇരിക്കുന്ന എൻ്റെ PC ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തു. ഓസ്ട്രേലിയയിലോ അമേരിക്കയിലോ ന്യൂസിലൻഡിലോ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഇരിക്കുന്ന ഒരാൾ അയാളുടെ PC ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അയാളും ഒരു നെറ്റ്വർക്കിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അത് ഇൻ്റർനെറ്റിൻ്റെ അണ്ടറിലാണ്, അല്ലേ? അത്തരം നെറ്റ്വർക്കിനെ വൈഡ് ഏരിയ. അപ്പോൾ ഏറ്റവും വലിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഏറ്റവും ചെറിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. എന്നുവെച്ചാൽ എൻ്റെ റൂമിലിരിക്കുന്ന 2 PCകൾ ഞാൻ പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ഇനി പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. ഒരു നെറ്റ്വർക്കായിട്ട് കൂട്ടാൻ പറ്റുന്ന നെറ്റ്വർക്കായിട്ട് കൂട്ടാം. അപ്പോൾ ഞാൻ എൻ്റെ മൊബൈൽ ഫോണും ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും തമ്മിൽ കണക്ട് ചെയ്ത് അതൊരു പാനാണ്. ഞാൻ എൻ്റെ ലാപ്ടോപ്പിനെയും എൻ്റെ മൊബൈൽ ഫോണിനെയും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ പാനാണ്. എൻ്റെ സ്വന്തം ഡിവൈസുകളെ ഞാൻ കണക്ട് ചെയ്തിട്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത് എനിക്ക് പാൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സൈസ്, വലിപ്പം, അതൊരു റൂം, ബിൽഡിങ്, അങ്ങനെ അതിൻ്റെ വലിപ്പം അനുസരിച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ് ഈ ലാന്, മാന്, വാന്, പാൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിനു മുമ്പ് നമുക്ക് 2 ടൈപ്പ് നെറ്റ്വർക്കിനെ കുറിച്ച് നോക്കാനുണ്ട്. നമുക്ക് ChatGPT ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണ്. ഇപ്പോൾ വാട്ട് ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? ഇപ്പോൾ ChatGPT അടുത്തൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് അടിച്ചാൽ ഞാൻ ഈ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് വരിക. നിങ്ങൾക്ക് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ തന്നെ അവരത് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് നോക്കിയാൽ അറിയാം. ലാന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ മാന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ വാന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർ ഓൾറെഡി പറഞ്ഞു തന്നു, അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു കാര്യം, PCകൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൗ ടു ബിൽഡ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലിവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്കൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു ഓഫീസ് ഉണ്ട് എനിക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ എനിക്കൊരു ഇത്ര PCകളുണ്ട്. എൻ്റെ അടുത്ത് പറയുകയാണ് അവിടെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കണം. അപ്പോൾ നെറ്റ്വർക്ക് എഞ്ചിനീയർ ആദ്യം അറിയേണ്ടത് എന്താണ്? എങ്ങനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ആദ്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ടത്. ആദ്യം എത്ര കമ്പ്യൂട്ടറുകളെ നമ്മൾ കണക്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. നമ്മുടെ ഓഫീസിൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ട്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവർ എക്സാമ്പിൾ 10 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 കമ്പ്യൂട്ടറിനാണ് നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ എങ്ങനെയാണ് നിങ്ങൾ കമ്പ്യൂട്ടറുകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമുക്ക് 2 രീതിയിലാണ് നമുക്ക് കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാനായിട്ട് പറ്റുക. ഒന്ന്, കേബിൾ ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് വയർലെസ് ആയിട്ട് കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേബിൾ ഉപയോഗിച്ച് എല്ലാ കമ്പ്യൂട്ടറുകളും കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്.
വയർലെസ് ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് രണ്ടിനും അതിൻ്റേതായ അഡ്വാൻറ്റേജുകളുണ്ട്, ഡിസഡ്വാൻറ്റേജുകളുമുണ്ട്. അപ്പോൾ വൈഫൈ ആണോ അതോ കേബിൾ ഉപയോഗിച്ചിട്ടാണോ കണക്ട് ചെയ്യുന്നത്? അടുത്തത്, നിങ്ങളുടെ നെറ്റ്വർക്കിൽ നിങ്ങൾ പ്രിൻ്റർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ? അതേപോലെ തന്നെ എല്ലാ സിസ്റ്റങ്ങളിലും ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ആദ്യം നമ്മളൊരു പ്ലാൻ തയ്യാറാക്കണം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. രണ്ടാമതായിട്ട് എന്താണ്, ഡിവൈസസ് റിക്വയർഡ് ടു ബിൽഡ് എ ലാൻ. ഇപ്പോൾ ഇവർ ലാനിൻ്റെ കാര്യമാണ് പറയുന്നത്. ആദ്യം ഒരു നെറ്റ്വർക്ക്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 PC ആണുള്ളത്, അപ്പോൾ ലാൻ തന്നെയാണ് അല്ലേ, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്, ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെ വേണം എന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആയിരിക്കാം. പിന്നെ വേറൊരു ഡിവൈസ് ആവശ്യമുണ്ട് അല്ലേ, നെറ്റ്വർക്ക് സ്വിച്ച്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട്. രണ്ടാമത്തെ എതർനെറ്റ് കേബിളിൻ്റെ ആവശ്യമുണ്ട് മൂന്നാമതായിട്ട്. പിന്നെ കണക്ടറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇൻ്റർനെറ്റ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്, റൗട്ടറിൻ്റെ ആവശ്യമുണ്ട്. തൊട്ട് താഴെ നോക്കി ഓപ്ഷണൽ ഡിവൈസിൽ നേരത്തെ നമ്മുടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കേബിൾ ഉപയോഗിച്ചിട്ടാണോ നെറ്റ്വർക്ക് ചെയ്യുന്നത് അതോ വൈഫൈ ഉപയോഗിച്ചിട്ടാണോ എന്ന്. ഞാൻ എല്ലാ PCകളെയും വൈഫൈ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കേബിൾ അല്ല ഉപയോഗിക്കുന്നത്, നിങ്ങൾ വൈഫൈ ഉപയോഗിച്ചിട്ടാണ് PCകളെ കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താവശ്യമുണ്ട്, വൈഫൈ ആക്സസ് പോയിൻറ്റിൻ്റെ ആവശ്യമുണ്ട്, വയർലെസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ. പ്രിൻ്ററിൻ്റെ ആവശ്യമുണ്ടോ, അത് ഓപ്ഷണലാണ് അല്ലേ, ഓപ്ഷനിലാണ് ഇട്ടിരിക്കുന്നത്. പ്രിൻ്ററിൻ്റെ ആവശ്യമുണ്ടോ, ആവശ്യമുണ്ടെങ്കിൽ പ്രിൻ്റർ ആവശ്യം ഉണ്ടാവും. ഇനി നിങ്ങളിങ്ങനെ പരസ്പരം കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്കൊരു സർവർ വെക്കണം, എല്ലാവരുടെയും ഡാറ്റകളൊക്കെ സേവ് ചെയ്യേണ്ടത് സർവറിലോട്ടാണ്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഒരു സർവർ അല്ലെങ്കിൽ NAS, നെറ്റ്വർക്ക് അറ്റാച്ച്ഡ് സ്റ്റോറേജിൻ്റെ ആവശ്യം അവിടെ വരുന്നുണ്ട്. അത് ഫയൽ ഷെയറിങ്ങിന് വേണ്ടി മാത്രമാണ്. ഇനി പാച്ച് പാനൽ പ്ലസ് റാക്ക് ഇട്ടിട്ടുണ്ട്. അത് പാച്ച് പാനലും റാക്കും എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമ്മൾ ഈ PCകളൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ കേബിൾ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കേബിളൊക്കെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് വെക്കാനും ഈ PCകളെല്ലാം കണക്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ മുകളിൽ സ്വിച്ചിൻ്റെ ഒരു കാര്യം പറഞ്ഞല്ലോ, നെറ്റ്വർക്ക് സ്വിച്ച്. അപ്പോൾ ഈ സ്വിച്ചൊക്കെ വെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നൊരു ഡിവൈസ്, ഒരു സാധനമാണ് ഈ റാക്ക് എന്ന് പറയുന്നത്. ഇപ്പം അത്രമാത്രം അറിഞ്ഞു വെക്കുക, വിശദമായിട്ട് നമുക്ക് പഠിക്കാം. ഇനി ഇവിടെ തന്നിട്ടുണ്ട് ഫിസിക്കൽ കണക്ഷൻ്റെ കാര്യങ്ങൾ, കേബിളിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. കേബിൾ വേണം, IP അഡ്രസ്സ് വേണം, നെറ്റ്വർക്ക് ടെസ്റ്റ് ചെയ്യണം, ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കണം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ വേണം, അതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളും എത്ര പോർട്ടിൻ്റെ സ്വിച്ച് വേണം എന്നുള്ളതൊക്കെ വിശദമായിട്ട് തന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു AI ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിക്വയർമെൻ്റ് ഒക്കെ എടുക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾ ചാറ്റ് GPT അടുത്തോ ജെമിനിയുടെ അടുത്തോ പറഞ്ഞു കൊടുക്കുക, എനിക്കൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം, ഇത്ര PC ആണ് വരുന്നത്, ഞാൻ കേബിൾ ഉപയോഗിച്ചിട്ടാണ് നെറ്റ്വർക്ക് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് മൊത്തം നിങ്ങൾക്ക് വരും. റിക്വയർമെൻറ്റുകൾ മൊത്തം ഇതേപോലെ അവർ ചെയ്തു തരും. ചെയ്യേണ്ട കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ വളരെ എളുപ്പമാണ് നെറ്റ്വർക്കിംഗ് പഠിക്കാൻ, പണ്ടത്തേക്കാൾ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് ഫീൽഡിൽ ജോലി കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ലാൻ ഉണ്ടാക്കാം. പിന്നെ ഇവിടെ തന്നത് ഇതെന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇവർ നമ്മളിങ്ങനെ കേബിളൊക്കെ ഉപയോഗിച്ച് സിസ്റ്റങ്ങളെ കണക്ട് ചെയ്തെന്ന് വിചാരിക്കുക. കണക്ട് ചെയ്തിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡാറ്റ അയക്കണ്ടേ. അപ്പോൾ ഇതെങ്ങനെയാണ് അയക്കുന്നത്, അതാണ് ഇവിടെ ഹൗ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ഇൻ എ നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ പോകുന്നത്. IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട്, അത് ഒരു അഡ്രസ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടായാൽ മാത്രം പോരാ, നമ്പർ വേണം അല്ലേ. നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് വേറൊരാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഇവിടെയും നിങ്ങൾ സിസ്റ്റങ്ങളെ പരസ്പരം കണക്ട് ചെയ്തെന്ന് വെക്കുക. നിങ്ങൾ സിസ്റ്റങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിസ്റ്റങ്ങൾക്ക് എന്ത് വേണം, ഒരു അഡ്രസ്സ് വേണം. അങ്ങനെ നമ്മൾ സിസ്റ്റങ്ങൾക്ക് കൊടുക്കുന്ന അഡ്രസ്സാണ് ശരിക്കും IP അഡ്രസ്സ്. വിശദമായിട്ട് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. പിന്നെ അഡ്രസ്സ് മാത്രം പോരാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമുണ്ട്. കമ്മ്യൂണിക്കേഷനിൽ പ്രോട്ടോക്കോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും, ഇപ്പോൾ നമ്മൾ വേറൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവിടെ നമുക്ക് പ്രോട്ടോക്കോൾ ആവശ്യമില്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ രക്ഷിതാക്കളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷനിൽ ഞാനൊരു പ്രോട്ടോക്കോൾ യൂസ് ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലേ. അവിടെ നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം, അവരോട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക.
ഉദാഹരണമായിട്ട് നമ്മൾ ഗവൺമെൻറ് ഓഫീസിൽ പോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിൽ പോയി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഉണ്ട്. ആ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ നമ്മളോട് ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ടാണ് പെരുമാറുക. ആ പ്രോട്ടോക്കോൾ തെറ്റിക്കുമ്പോഴാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് എന്ത്, പ്രോട്ടോക്കോൾ അല്ലേ. നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്നൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. ആ പ്രോട്ടോക്കോൾ നമ്മൾ പാലിക്കണ്ടേ, എന്നാലേ കോവിഡുമായിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് അത് നോക്കാൻ പറ്റുള്ളൂ അല്ലേ. അതേപോലെ സിസ്റ്റങ്ങൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും എന്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് TCP/IP എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ബേസിക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാണ്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രം മനസ്സിലാക്കി വെക്കുക. സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ഒരു പ്രോട്ടോക്കോളിൻ്റെ ആവശ്യമുണ്ട്. സിസ്റ്റങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊരു അഡ്രസ്സിൻ്റെ ആവശ്യമുണ്ട്. അഡ്രസ്സ് IP അഡ്രസ്സ്. ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ, കമ്മ്യൂണിക്കേഷന് ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണ്, TCP/IP. ഇനി ഡാറ്റകൾ ഇതിൽ സഞ്ചരിച്ച് ഒരു ഡാറ്റ അപ്പുറത്തെ സിസ്റ്റത്തിലോട്ട് എത്തണം അല്ലേ, ഒരു ഫയൽ അപ്പുറത്തിലോട്ട് എത്തണം. ആ ഡാറ്റകൾ കേബിളിലൂടെ അയക്കുന്നത് എന്തായിട്ടാണ്, പാക്കറ്റായിട്ടാണ് അയക്കുക. അതാണ് ഡാറ്റ ഈസ് സെൻഡ് ഇൻ ദ ഫോം ഓഫ് പാക്കറ്റ്. പാക്കറ്റിൻ്റെ രൂപത്തിലാണ് ഡാറ്റകൾ അയച്ചു കൊടുക്കുക. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിവൈസസ് റിക്വയർഡ് ടു ബിൽഡ് എ ലാൻ. ഒരു ലാൻ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡിവൈസുകൾ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് നോക്കാം. ആദ്യം വേണ്ടത് എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻഡ് ഡിവൈസ്. അത് സാധാരണ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് ആകാം, ലാപ്ടോപ്പുകളാകാം, പ്രിൻ്ററുകളാകാം, പിന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന IP ഫോണുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആവശ്യമുണ്ടാവും. ഇതെല്ലാം ഒന്നും ചിലപ്പോൾ പ്രിൻ്റർ ഉണ്ടാവില്ല, IP ഫോൺ ഉണ്ടാവില്ല. നിങ്ങളടുത്ത് പറയാണ് ഒരു 5 PC എൻ്റെ ഓഫീസ് റൂമിലുണ്ട്, ഈ 5 PCകളെ പരസ്പരം കണക്ട് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പിലാണ്, അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി അവിടെ 2 PC ഉണ്ട്, രണ്ടും ബില്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന PCകളാണ്, രണ്ടിലും ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉണ്ട്. ഈ 2 PCകളെ തമ്മിൽ നിങ്ങളടുത്ത് കണക്ട് ചെയ്ത് തരണം എന്ന് പറയുകയാണ്. അപ്പോൾ PC നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് എന്താണ്, തീർച്ചയായിട്ടും കമ്പ്യൂട്ടറാണ്. അതിന് നമുക്ക് എൻഡ് ഡിവൈസ് എന്ന് വിളിക്കാം. കമ്പ്യൂട്ടറും ലാപ്ടോപ്പൊക്കെ സെയിം തന്നെയാണ്. പിന്നെ അതിൽ പ്രിൻ്റർ വരുന്നുണ്ടെങ്കിൽ പ്രിൻ്റർ, സ്കാനർ, CD ഡ്രൈവ്, IP ഫോണ്, അങ്ങനെ എന്തൊക്കെ വരുന്നുണ്ടോ, എന്തൊക്കെ ഉപയോഗിച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് എൻഡ് ഡിവൈസിൽ പെടുത്താം. അപ്പോൾ ഇതാണ്, ഒന്നുകിൽ ലാപ്ടോപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തുണ്ടാവാം, ഡെസ്ക്ടോപ്പ് ഉണ്ടാകാം. ഇപ്പോൾ ഞാനിവിടുത്തെ ചിത്രത്തിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ചിത്രത്തിൽ ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്തൊരു ഫോൺ ഉണ്ട് അല്ലേ, അത് IP ഫോണാണ്. ഈ IP ഫോണിൻ്റെ ഉപയോഗം ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ഓഫീസിലേക്ക് ആകുമ്പോൾ എല്ലാ ഓഫീസിൻ്റെ സിസ്റ്റത്തിൻ്റെ സൈഡിലൂടെ ഓരോ ഫോണുകളുണ്ടാവും. ആ ഫോൺ ഉപയോഗിച്ച് നമുക്ക് അവിടെയുള്ള ഓഫീസിലുള്ള ആരെ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവരുടെ ടേബിളിൽ ഓരോ ഫോണുകളുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നമ്പറും ഉണ്ടാവും. ഒരു 4 അക്ക നമ്പറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ലാനിൻ്റെ അകത്ത്, നമ്മുടെ ഓഫീസിൻ്റെ അകത്ത് ഇൻ്റർകോം എന്നൊക്കെ പറയും, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പ്രിൻ്ററും അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതാണ് ഈ കാണുന്നതാണ് പ്രിൻ്റർ ഉണ്ട്. അതേപോലെ ഇപ്പുറത്ത് കാണുന്നത് IP ഫോൺ എന്ന് പറയും. ഇത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിട്ട് നെറ്റ്വർക്കിൻ്റെ അകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഡിവൈസുകൾ, ഇതൊക്കെ PCകൾ ഉണ്ട്, ഇതിൽ IP ഫോൺ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എൻഡ് ഡിവൈസ് എന്ന് വിളിക്കുക. ഇനി എൻഡ് ഡിവൈസിന് നിർബന്ധമായിട്ടും വേണ്ടൊരു കാര്യമുണ്ട്, ഇത് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യണമല്ലോ. അപ്പോൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പോർട്ട് നമ്മുടെ എൻഡ് ഡിവൈസിൽ വേണം. അതിന് NIC പോർട്ട് എന്ന് വിളിക്കുക. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, NIC, അല്ലെങ്കിൽ എതർനെറ്റ് പോർട്ട് എന്ന് പറയും. ഇത് നമ്മുടെ ലാപ്ടോപ്പിനും നമ്മുടെ ഡെസ്ക്ടോപ്പിനും നമ്മുടെ പ്രിൻ്ററിനും അതേപോലെ നമ്മുടെ IP ഫോണിനും എല്ലാവർക്കും എന്തുണ്ടാവും, ഈ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് ഉണ്ടാവും. പ്രിൻ്ററിൻ്റെ കാര്യം പറഞ്ഞത് നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന നെറ്റ്വർക്ക് പ്രിൻ്ററിന് മാത്രമേ ഈ NIC പോർട്ട് ഉണ്ടാവുള്ളൂ. ഇനി ചില പ്രിൻ്ററുകളുണ്ട് നമ്മുടെ PCയിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ PCയിൽ ഇരുന്നിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അത് നോർമലായിട്ടുള്ള പ്രിൻ്ററുകൾ, അതിന് NIC പോർട്ട് ഉണ്ടാവില്ല. നെറ്റ്വർക്കുമായിട്ട് നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രിൻ്റർ ഉണ്ട്, അതിന് NIC പോർട്ട് ഉണ്ടാവും. ഇനി നിങ്ങൾ കേബിൾ ഉപയോഗിച്ചിട്ടല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഡിവൈസിലും എന്ത് വേണം, വൈഫൈയുടെ ആവശ്യമുണ്ട്. എല്ലാ ഡിവൈസിലും നമുക്ക് വൈഫൈ വേണം. കാരണം വൈഫൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി എന്താണ് NIC പോർട്ട്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് പോർട്ട് എന്താണ് എന്നുള്ളതാണ്. ഇവിടെ അതിൻ്റെ
വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. NIC പോർട്ട് ഈസ് ദ ഫിസിക്കൽ എതർനെറ്റ് പോർട്ട് ഓൺ എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, പ്രിൻ്റർ ഓർ IP ഫോൺ ദാറ്റ് അലോസ് ദ ഡിവൈസ് ടു കണക്ട് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. NIC പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ എതർനെറ്റ് പോർട്ടാണ്, എല്ലാ ഡിവൈസുകളിലും ഉണ്ടാവുന്നതാണ്. ആ ഒരു പോർട്ട് വഴിയാണ് നമ്മൾ പരസ്പരം കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്, NIC, അതാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. അതിൽ നമ്മൾ ആ NIC പോർട്ടിലോട്ട് കണക്ട് ചെയ്യുന്നൊരു കണക്ടർ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജിങ് പോർട്ട്, ഈ ചാർജിങ് പോർട്ടിലോട്ട് നമ്മൾ C ടൈപ്പ് കണക്ടർ എന്ന് പറയും അല്ലേ, C ടൈപ്പ് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതല്ലേ അതിൻ്റെ കണക്ടർ. അതേപോലെ നമ്മുടെ ഈ പറയുന്ന NIC പോർട്ട് ഉണ്ട്. അപ്പോൾ NIC പോർട്ടിലോട്ട് നമ്മൾ കേബിൾ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ആ കേബിളിൻ്റെ അറ്റത്തൊരു കണക്ടർ ഉണ്ടാവും, RJ45 കണക്ടർ. എന്നിട്ട് ആ കേബിൾ ഉപയോഗിച്ചിട്ടല്ലേ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കേബിളിന് നമ്മൾ വിളിക്കുന്ന പേരാണ് താഴെ എഴുതിയിട്ടുള്ളത്, കേബിൾ യൂസ്ഡ് UTP എതർനെറ്റ് കേബിൾ. വിശദമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയതുകൊണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഈ NIC പോർട്ട് എവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഡെസ്ക്ടോപ്പ് PC ആണെങ്കിൽ അതിൻ്റെ മദർ ബോർഡിൽ ഓൾറെഡി എന്തുണ്ടാവും, NIC പോർട്ട് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിൽ നമ്മുടെ സൈഡിലുണ്ടാവും. ഇപ്പോൾ NIC പോർട്ടിൻ്റെ ജോലി എന്താണെന്നുള്ളതാണ് അടുത്തുള്ളത്. NIC പോർട്ടൽ വഴിയാണ് ഡാറ്റകൾ സെൻഡ് ആവുന്നതും റിസീവ് ആവുന്നതും, പാക്കറ്റുകൾ അല്ലേ. പിന്നെ NIC പോർട്ടിനൊരു അഡ്രസ്സ് ഉണ്ട്, MAC അഡ്രസ്സ്. നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം, കാരണം നേരത്തെ IP അഡ്രസ്സിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിരുന്നു അല്ലേ. അപ്പോൾ ഇത്ര മതി ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഒന്ന് എൻ്റെ ഡിവൈസ് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ ഡിവൈസുകൾക്കൊക്കെ എൻ്റെ ഡിവൈസ് മാത്രം ഉണ്ടായ പോലെ എല്ലാ എൻ്റെ ഡിവൈസുകൾക്കും എന്ത് വേണം, NIC പോർട്ട് വേണം. ഇനി NIC പോർട്ടല്ല വൈഫൈ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ വയർലെസ് സപ്പോർട്ട് ചെയ്യുന്ന വയർലെസ് കാർഡും നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിൽ, നമ്മുടെ CCNA ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിൽ നമുക്ക് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇനി അടുത്തുള്ള ക്ലാസ്സുകൾ പഠിക്കാം. ഇനി ആർക്കെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.